യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഇത് യേശുവിന്റെ ജീവിതത്തെപ്പറ്റിയുള്ള ആദ്യകാല വിവരണങ്ങളിൽ ഒന്നാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന യേശുവിന്റെ അടുത്ത ശിഷ്യന്മാരിൽ ഒരാളാണ് ഇതിന്റെ എഴുത്തുകാരനെന്ന് പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നു. കഥയിൽ തന്നെ യേശു പലതവണ ദൃശ്യമാകുന്നുണ്ട്. എന്നാൽ 12 ശിഷ്യന്മാരിൽ ഒരുവനായ സെബദിപുത്രനായ യോഹന്നാനാണോ അതോ യെരുശലേമിൽ പാർത്തിരുന്ന പിന്നീട് സഭയിൽ മൂപ്പനായ യോഹന്നാൻ എന്നറിയപ്പെട്ടിരുന്ന മറ്റൊരു യോഹന്നാനാണോ എന്നതിൽ ചില തർക്കങ്ങളുണ്ട്. ഏതു യോഹന്നാനായിരുന്നാലും പുസ്തകത്തിൽ തന്റെ ദൃക്സാക്ഷി വിവരണമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അവസാന ഭാഗത്ത് പറയുന്ന വ്യക്തമായ ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് സമർത്ഥമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യോഹന്നാൻ പറയുന്നു, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഈ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ച യേശു ജീവിച്ചിരിക്കുന്നവനും യഥാർത്ഥമായിട്ടുള്ളവനെന്നും നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റാൻ അവന് കഴിയുമെന്നും യോഹന്നാൻ വിശ്വസിക്കുന്നു. പുസ്തകത്തിന്റെ രൂപകൽപ്പന ശരിക്കും രസകരമാണ്. ഇതിന്റെ ആദ്യ പകുതി ഒരു ആമുഖ കവിതയോടും ചെറുകഥയോടും കൂടെ ആരംഭിച്ച് തുടർന്ന് യേശു ചെയ്യുന്നതായ അത്ഭുതകരമായ അടയാളങ്ങളെയും അതുനിമിത്തം വർദ്ധിച്ചുവരുന്ന വിവാദങ്ങളെയും പറ്റിയുള്ള ഒരു വലിയ കഥാശേഖരവും ആണ്. ഈ സംഭവങ്ങളെല്ലാം ഒരു വലിയ അടയാളത്തിലേക്ക് എത്തുന്നു. ലാസറിന്റെ ഉയർപ്പാണത്. എന്നാൽ അത് വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ഇസ്രായേലിന്റെ നേതാക്കന്മാർ യേശുവിനെ കൊല്ലുവാൻ തീരുമാനിക്കുന്നതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ആ സംഭവങ്ങളാണ് പുസ്തകത്തിന്റെ 2ാം പകുതിയിൽ ആരംഭിക്കുന്നത്. ഈ അധ്യായങ്ങൾ യേശുവിന്റെ അവസാന രാത്രി, ശിഷ്യന്മാരോടുള്ള അവസാന വാക്കുകൾ, തുടർന്ന് ബന്ധിക്കൽ, വിചാരണ, മരണം, പുനരുത്ഥാനം എന്നിവയിൽ ശ്രദ്ധ ചെലുത്തുന്നു. ഒരു ഉപസംഹാരത്തോടെയാണ് പുസ്തകം അവസാനിക്കുന്നത്. ഈ വീഡിയോയിൽ ഞങ്ങൾ ആദ്യ പകുതിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2 ഭാഗങ്ങളുള്ള ആമുഖത്തോടെ ഈ പുസ്തകം തുറക്കുന്നു. ഒന്നാമതായി, ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന ഒരു കവിത, ദൈവം തന്റെ വചനത്താൽ എല്ലാം സൃഷ്ടിച്ചു എന്ന ഉൽപ്പത്തി 1-ന്റെ സ്പഷ്ടമായ പരാമർശം. ഇവിടെ ഒരു വ്യക്തിയുടെ വാക്കുകൾ ആ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. എങ്കിലും അവ ആ വ്യക്തിയുടെ മനസ്സിന്റെയും ഇച്ഛയുടെയും സാക്ഷാത്കാരം കൂടിയാണ്. അതിനാൽ യോഹന്നാൻ പറയുന്നു, ദൈവവചനം ദൈവത്തോടു കൂടെയായിരുന്നു. അതായത് രണ്ടും വ്യത്യസ്തമാണെങ്കിലും വചനം ദൈവമായിരുന്നു, അർത്ഥം ദൈവികമാണ്. ഈ അവകാശവാദങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ദിവ്യവചനം യേശുവിൽ മനുഷ്യനായി തീർന്നതായി പിന്നീട് കവിതയിലൂടെ കേൾക്കുന്നു. അതിനുശേഷം യോഹന്നാൻ പുറപ്പാടിന്റെ കഥകളിലൂടെ നമ്മുടെ ഇടയിലുള്ള ദൈവത്തിന്റെ കൂടാരമാണ് യേശു എന്ന് പ്രസ്താവിക്കുന്നു. സാക്ഷ്യപെട്ടകത്തിനു മീതെ നിന്നിരുന്ന മഹത്വമേറിയ ദൈവസാന്നിധ്യം യേശുവിൽ ഒരു മനുഷ്യനായി തീർന്നു. അത് പിതാവായ ദൈവവും പിതാവിനെ വെളിപ്പെടുത്തുവാൻ മനുഷ്യനായി വെളിപ്പെട്ട പുത്രനും ഉൾപ്പെട്ടിരിക്കുന്നവനാണ് ഇസ്രായേലിന്റെ ഏക സത്യദൈവമെന്ന അവന്റെ അവസാന അവകാശവാദത്തിലേക്ക് നയിക്കുന്നു. ചിന്താതീതമായ ഈ അവകാശവാദങ്ങൾ പരിഗണിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ആദ്യമായി യേശുവിനെ കണ്ടുമുട്ടിയതിനെക്കുറിച്ചും മറ്റുള്ളവരെ യേശുവിന്റെ അടുത്തേക്ക് നയിക്കുന്നതും അവർ അവന്റെ ശിഷ്യന്മാരാകുന്നതിന്റെയും മറ്റൊരു കഥ കേൾക്കുന്നു. ജനങ്ങൾ ഓരോരുത്തരായി യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ ആരെന്നാണ് അവർ ചിന്തിക്കുന്നതെന്ന് ഉച്ചത്തിൽ പറയുന്നു. ഈ ഒറ്റയൊരു അധ്യായത്തിൽ യേശുവിന് 7 വിശേഷണങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ വിശേഷണങ്ങൾ പുസ്തകം രൂപകൽപ്പന ചെയ്യുന്നതിൽ യോഹന്നാന്റെ 7നോടുള്ള സ്നേഹത്തിന് നമ്മെ തയ്യാറാക്കുന്നു. പക്ഷേ മൊത്തത്തിൽ അവയും ഒരു അവകാശവാദം ഉന്നയിക്കുന്നു. അതായത്, നസറത്തിൽ നിന്നുള്ള ഈ പൂർണ്ണ മനുഷ്യനായ യേശുവാണ് മെശിഹ രാജാവ്. അവൻ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവും ലോകപാപങ്ങൾക്കായി മരിക്കാൻ പോകുന്ന ദൈവപുത്രനുമാണ്. അത് ഒരാളെക്കുറിച്ചുള്ള ഒരു വലിയ അവകാശവാദമാണ്. 2 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലെ കഥകളിലൂടെ യോഹന്നാൻ അതിനെ പിന്താങ്ങുന്നു. അവയ്ക്കെല്ലാം ഒരേ അടിസ്ഥാന മാതൃകയാണുള്ളത്. യേശു ഒരു അടയാളം നടത്തുകയോ തന്നെക്കുറിച്ചൊരു അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്യുമ്പോൾ അത് തെറ്റിദ്ധാരണയ്ക്കോ വിവാദത്തിനോ ഇടയാക്കും. അതിനാൽ ഓരോ കഥയുടെയും അവസാനത്തിൽ യേശു ആരാണെന്ന് സ്വയം തീരുമാനിക്കാൻ ആളുകൾ നിർബന്ധിതരാകുന്നു. ആദ്യ ഭാഗത്ത് വിശിഷ്ടങ്ങളായ 4 യഹൂദ സ്ഥാപനങ്ങളെ യേശു അഭിമുഖീകരിക്കുന്നതായി കാണുന്നു. ഒപ്പം ഓരോന്നിലും അവൻ തന്നെയാണ് ആ സ്ഥാപനം വിരൽ ചൂണ്ടുന്ന യാഥാർത്ഥ്യമെന്ന് യേശു വെളിപ്പെടുത്തുന്നു. യേശു ഒരു വിവാഹ വിരുന്നിലാണ്. അവിടെ വീഞ്ഞു തീർന്നു പോകുന്നു. മൊത്തം 120 ഗാലൻ വരുന്ന വലിയ കൂജകളിൽ നിറച്ചിരുന്ന വെള്ളത്തെ യേശു എക്കാലത്തെയും മികച്ച വീഞ്ഞാക്കി മാറ്റുന്നു. വിളമ്പുകാരുടെ നേതാവ് വരനോട്, നിങ്ങൾ ഏറ്റവും നല്ല വീഞ്ഞ് ഒടുവിലത്തേക്ക് സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായും സത്യമാണ്. എന്നാൽ യോഹന്നാനും ഈ അത്ഭുതത്തെ യേശു ചെയ്ത ആദ്യത്തെ അടയാളമെന്ന് വിളിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് യേശുവിനെക്കുറിച്ച് എന്തെങ്കിലും വെളിപ്പെടുത്തുന്ന ഒരു ചിഹ്നമാണ്. യെശയ്യാവ് പറഞ്ഞതുപോലെ മശീഹയുടെ രാജ്യം മേൽത്തരമായ വീഞ്ഞ് ധാരാളമുള്ളൊരു വലിയ വിരുന്ന് സൽക്കാരം പോലെയാണ്. അതിനാൽ ഈ അത്ഭുതകരമായ ആദ്യ അടയാളം യേശുവിന്റെ രാജ്യത്തിന്റെ ഉദാരതയെ വെളിപ്പെടുത്തുന്നു. പിന്നെ യേശു യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നു. സ്വർഗവും ഭൂമിയും ഒത്തുചേരുന്ന ദൈവം തന്റെ ജനവുമായി സമാഗമിക്കുന്ന ഇടം. എന്നാൽ യേശു അതിന്മേൽ അവന്റെ അധികാരത്തെ ഉറപ്പിക്കുന്നു. എല്ലാ പണവിനിമയക്കാരെയും പുറത്താക്കുകയും യാഗങ്ങൾക്ക് ഭംഗം വരുത്തുകയും ചെയ്യുന്നു. ആലയ നേതാക്കൾ അവനെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവൻ പറയുന്നു, ഈ മന്ദിരം നശിപ്പിക്കുക, 3 ദിവസത്തിനുള്ളിൽ ഞാനത് വീണ്ടും പണിയും.
സ്വർഗവും ഭൂമിയും യഥാർത്ഥത്തിൽ സമാഗമിക്കുന്ന ഇടമാണ് തന്റെ വരുവാനിരിക്കുന്ന ത്യാഗപരമായ മരണമെന്ന് യേശു അവകാശപ്പെടുന്നു. കൊല്ലപ്പെടുന്ന അദ്ദേഹത്തിന്റെ ശരീരമാണ് ആലയം ചൂണ്ടിക്കാണിക്കുന്ന യാഥാർത്ഥ്യം. അതിനുശേഷം യേശു നിക്കോദമസ് എന്ന ഒരു റബ്ബിയുമായി മൊഴിരാത്രി സംഭാഷണം നടത്തുന്നു. യേശു തന്നെപ്പോലെ ഒരു റബ്ബിയും ഇസ്രായേലിന്റെ ഉപദേഷ്ടാവും ആണെന്നാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ യേശു പറയുന്നു, ഇസ്രായേലിന്റെ ആവശ്യം പുതിയ അറിവുകളുള്ള മറ്റൊരു അധ്യാപകൻ എന്നതിനേക്കാൾ വളരെ ഉപരിയാണ്. ഒരു പുതിയ ഹൃദയവും പുതിയ ജീവിതവുമാണ് ഇസ്രായേലിന് ആവശ്യം. അഥവാ അവന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യർ സ്വാർത്ഥതയുടെ വലയിൽ പിടിക്കപ്പെട്ട് മരണത്തിലേക്ക് പോകുന്നു എന്ന് യേശു വിശ്വസിക്കുന്നു. എന്നാൽ ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നുവെന്നും അവൻ അറിയുന്നു. അതിനാൽ അവൻ ഇവിടെ ജനങ്ങൾക്ക് ഒരു പുതിയ ജനനവും ജീവിതത്തിൽ ഒരു പുതിയ അവസരവും വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ നിന്നും യേശു വടക്കോട്ട് സഞ്ചരിച്ച് ഒരു പാവനമായ കിണറിനരികെ എത്തുന്നു. അവിടെ അവൻ യഹൂദരല്ലാത്ത ഒരു ശമര്യാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നു. അവർ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. യേശു അതിനെ തന്നെക്കുറിച്ചുള്ള ഒരു സദൃശ്യമായി മാറ്റുന്നു. നിത്യജീവന്റെ ഉറവിടമാകാൻ കഴിയുന്ന ജീവനുള്ള വെള്ളം നൽകുവാനാണ് താൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് അവൻ പറയുന്നു. ഇവിടെ യോഹന്നാനിൽ ഈ പദം ഒരു പുതിയ ജീവിത നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് ദൈവത്തിന്റെ നിത്യസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് ഇപ്പോൾ ആരംഭിച്ച് ഭാവിയിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതമാണ്. അതിനുശേഷം യോഹന്നാൻ 4 യഹൂദ വിശുദ്ധ ദിവസങ്ങളിൽ അഥവാ ഉത്സവങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളുടെ മറ്റൊരു ശേഖരം രൂപപ്പെടുത്തിയിരിക്കുന്നു. തന്നെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ യേശു പെരുന്നാളുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു. തളർവാദരോഗിയായ ഒരു മനുഷ്യനെ യേശു ആദ്യം സുഖപ്പെടുത്തുന്നു. അത് വിശ്രമദിനത്തിൽ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് യഹൂദ നേതാക്കളുമായി ഒരു തർക്കം ആരംഭിക്കുന്നു. യേശു പറയുന്നു, തന്റെ പിതാവ് ശബ്ബത്തിലും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് അവനും അങ്ങനെ തന്നെ. അവൻ ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിച്ചുകൊണ്ട് തന്നെ തന്നെ ദൈവത്തോട് തുല്യനാക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. അതിനാൽ അവനെ കൊല്ലാൻ അവർ തക്കം നോക്കുന്നു. അടുത്ത കഥ പെസഹായിലാണ് സംഭവിക്കുന്നത്. കുഞ്ഞാടിന്റെ ഇറച്ചിയും അപ്പവും വീഞ്ഞുമുള്ള പ്രതീകാത്മക വിരുന്നിന്റെ ഈ ഉത്സവം പുറപ്പാടിന്റെ കഥയെ ഓർമ്മിപ്പിക്കുന്നു. ആയിരക്കണക്കിന് വരുന്ന ജനക്കൂട്ടത്തിന് യേശു അത്ഭുതകരമായി ഭക്ഷണം നൽകുന്നു. അതിന്റെ ഫലമായി ആളുകൾ അവനോട് കൂടുതൽ അപ്പം ചോദിക്കുന്നു. അനന്തരം യേശു താനാണ് യഥാർത്ഥ അപ്പമെന്നും തന്നെ ഭക്ഷിച്ചാൽ അവർ നിത്യജീവൻ കണ്ടെത്തുമെന്നും അവകാശപ്പെടുന്നു. ഇത് നിരവധി ആളുകളിൽ നീരസം ഉളവാക്കിയതിനാൽ അവനെ അനുഗമിക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിയുന്നു. ഇതിനുശേഷം ഇസ്രായേൽ മരുഭൂമിയിൽ ഉഴന്നു സഞ്ചരിക്കുമ്പോൾ ദൈവം അഗ്നിമേഘസ്തംഭങ്ങളാൽ അവരെ നടത്തിയതിനെയും മരുഭൂമിയിൽ വെള്ളം നൽകിയതിനെയും ഓർമ്മിപ്പിക്കുന്ന കൂടാര പെരുന്നാളിന്റെ സമയത്ത് യെരുശലേമിൽ വെച്ച് നടന്ന കഥകളുടെ ഒരു സമാഹാരമാണ്. യേശു ദൈവാലയ മുറ്റത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പിന്നീട് അവൻ പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ദൈവത്തിന്റെ തേജസ്സാർന്ന സാന്നിധ്യവും ദൈവം തന്റെ ജനത്തിന് നൽകിയ ജീവദായക ദാനവുമാണെന്ന് അവൻ അവകാശപ്പെടുന്നു. ചില ആളുകൾ അവനെ വിശ്വസിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റുള്ളവർ പ്രകോപിതരാകുന്നു. മറ്റു ചിലർ ഈ അവകാശവാദങ്ങൾ നിമിത്തം അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവസാന വിരുന്നുകഥ ഹനൂക്ക, അതായത് പുനർസമർപ്പണം എന്ന ഉത്സവത്തിന്റെ സമയത്താണ്. അത് യൂദാ മക്കാബിയൂസ് ഒരിക്കൽ കൂടി ആലയത്തിൽ നിന്ന് വിഗ്രഹങ്ങളെ പുറത്താക്കി അതിനെ ശുദ്ധീകരിച്ചതിനെപ്പറ്റിയാണ്. യേശു ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയും താനാണ് ദൈവം വേർതിരിച്ച പരിശുദ്ധനെന്നും ദൈവസാന്നിധ്യം വസിക്കുന്ന യഥാർത്ഥ ആലയവും എന്ന് പറയുന്നു. അവൻ ഞാനും പിതാവും ഒന്നാണ് എന്നുകൂടെ പറയുന്നു. ഇത് യെരുശലേം നേതാക്കളെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്നു. അവർ യേശുവിനെ കൊല്ലാൻ പദ്ധതിയിടുന്നു. അതിനാൽ അവൻ നഗരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. അങ്ങനെ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അവസാനത്തെ ഒരു അത്ഭുതകരമായ അടയാളത്തിൽ അവസാനിക്കുന്നു. തന്റെ പ്രിയ സുഹൃത്തായ ലാസർ രോഗിയാണെന്ന് യേശു കേൾക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബം താമസിക്കുന്നത് യെരുശലേമിനടുത്താണ്. പക്ഷേ ഇത് ഇപ്പോൾ യേശുവിന്റെ മരണക്കെണിയാണ്. യേശുവിന് അകന്നു നിൽക്കാനും സ്വന്തം ജീവൻ രക്ഷിക്കാനും കഴിയുമായിരുന്നു. പക്ഷേ അവൻ ലാസറിനെ സ്നേഹിക്കുന്നു. അങ്ങനെ അവൻ ലാസർ മരിച്ചുപോയി എന്ന് കേട്ടിട്ട് തന്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നിട്ടും അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കേണ്ടതിന് പോകുകയും ലാസറിനെ കല്ലറയിൽ നിന്ന് ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. ഈ അത്ഭുതകരമായ അടയാളത്തിന്റെ വാർത്ത വേഗത്തിൽ വ്യാപിക്കുന്നു. എന്നാൽ ഉറപ്പായും യേശുവിന് അറിയാമായിരുന്നതുപോലെ യെരുശലേമിൽ നേതാക്കൾ അതിനെക്കുറിച്ച് കേട്ട് അവനെ കൊല്ലുവാൻ ഗൂഢാലോചന തുടങ്ങുന്നു. അങ്ങനെ അവൻ ഇസ്രായേലിന്റെ രാജാവായി, എന്നാൽ അതിന്റെ നേതാക്കളാൽ തിരസ്കരിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നു. അതിനാൽ യോഹന്നാന്റെ ആദ്യ പകുതി യേശു തന്റെ സുഹൃത്തിനോടുള്ള സ്നേഹപ്രവൃത്തിയായി തന്റെ ജീവിതം സമർപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഈ കഥയുമായി അവസാനിക്കുന്നു. ഇത് തീർച്ചയായും കുരിശിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരടയാളം കൂടിയാണ്. അത് അടുത്ത വീഡിയോയിൽ നാം കൂടുതൽ പരിശോധന നടത്തുന്നതാണ്. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ പകുതിയുടെ ഉള്ളടക്കം.